നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലയ് ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ രോഗങ്ങൾക്കും ഒരു 90% വരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കോളനെ പറ്റി പറഞ്ഞു. കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ. ആ വൻകുടലിൽ നിന്ന് വരുന്ന സോക്കേഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന നമുക്ക് ഏത് സോക്കേഡായാലും അതിനൊരു പ്രതിവിധിയുണ്ട്. അപ്പോൾ അതിനെ ഒരൊറ്റ മൂല്യം നമുക്ക് പറയാവുന്ന, അതായത് ഒരു ഡ്രോപ്സ് മെഡിസിൻ പോലും ഉപയോഗിക്കാതെ ഡയറ്റ് കൊണ്ടും, അതായത് ആഹാരം കൊണ്ടും ക്ലീനിങ് കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ ആ രീതി കൊണ്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് പറയുന്നത് ഒന്ന് കോളൻ ഹൈഡ്രോതെറാപ്പി. കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ, ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം. അതുപോലെ വെള്ളം കൊണ്ടുള്ള ഒരു തെറാപ്പി എന്ന് പറഞ്ഞാൽ ചികിത്സ. അപ്പോൾ നമ്മുടെ വൻകുടൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സിനാണ് കോളൻ ഹൈഡ്രോതെറാപ്പി. അപ്പോൾ നേരത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു സോക്കേഡിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ്. അതായത് നമ്മുടെ വൻകുടലിൽ ഏകദേശം more than 500 different types of bacteria, bacillus, fungus, virus and parasite. ഇതെല്ലാം പതോജനിക് ഓർഗൻസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സോക്കേഡ് ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് തൊട്ട് ക്യാൻസർ വരെയും. അപ്പോൾ ബാക്കി എല്ലാ സോക്കേഡും ഇതിനകത്ത് നിൽക്കും. അപ്പം ഇത് ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ പേരാണ് കോളൻ ഹൈഡ്രോതെറാപ്പി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് WHO അല്ലെങ്കിൽ FDA ആണ് ഇത് ആദ്യം അംഗീകരിച്ചിട്ടുള്ളത്. 15 വർഷം ഇതേപ്പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷമാണ് FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ ഗവൺമെൻറ് അതിന് അനുവാദം കൊടുത്തത്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ FDA അംഗീകരിക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും, എല്ലാ സോക്കേഡും, എല്ലാത്തിൻ്റെ വിവരം WHO ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടാണ് അമേരിക്കയിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം പഠിച്ചതും പ്രാക്ടീസുകളും അമേരിക്കയിലാണ്. അപ്പോൾ അവരത്രയും എന്തുമാത്രം വൈദഗ്ധ്യം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സിന് യാതൊരു ഈഗോയും ഇല്ല. നമ്മൾ പറഞ്ഞു വന്നത് കോൾഡ് ടു ക്യാൻസറിന് പ്രധാനമായിട്ട് വരുന്നത് കോളൻ ഹൈഡ്രോതെറാപ്പിയാണ്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ മെഷീനെ പറ്റി പിന്നെ ഞാൻ വേറൊരു അവസരത്തിൽ പറയാൻ കഴിയുന്നത് വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീനിങ് മെത്തേഡ് ഇപ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ എന്നാണ്. നമ്മുടെ വൻകുടൽ ഒരാളിൻ്റെ എത്ര ഹൈറ്റ് ഉണ്ട് അത്രയും ഹൈറ്റാണ് കോളനുള്ളത്, നമ്മുടെ വൻകുടലിനുള്ളത്. ഇപ്പോൾ ഒരാളിൻ്റെ പൊക്കം 5 അടി 5 ഇഞ്ചാണെങ്കിൽ കോളൻ കറക്റ്റ് 5 അടി 5 ഇഞ്ചായിരിക്കും. അപ്പം 6 അടിയാണെങ്കിൽ കറക്റ്റ് 6 അടി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കണക്ക് പോലുമാണ്. കാരണം അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഏകദേശം 50 to 100 pounds ഓഫ് ഫീസിസ് വിത്തൗട്ട് എനി പ്രോബ്ലം. നമ്മുടെ വൻകുടലിൽ ഒരു 50 പൗണ്ട് തൊട്ട് 100 പൗണ്ട് വരെ മലം, അതായത് ഫീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലമാണ്. മലം കിടക്കാനുള്ള എല്ലാ സാഹചര്യവും അതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിപ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇഞ്ച് വിപ്താണ്. അപ്പോൾ അതിൻ്റെ ഈ മലമൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് ഈ വിപ്ത് നോർമലി ഇറ്റ് ക്യാൻ എക്സ്പാൻഡ് 5 times, 5% എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവർ പറയുന്നത് കുടവയറാണ്, അല്ലെങ്കിൽ ഇത് ഫാറ്റാണ്. പക്ഷേ അത് എക്സാക്ട്ലി ദാറ്റ് നോട്ട് ഫാറ്റ്, അത് കുടവയറുമല്ല. ഈ മലം ഇത്രയും വൻകുടലിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ വയറ് നമുക്ക് കുടവയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഈ കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലത്തിനെ വെളിയിലേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കും. ഇത് വെള്ളം കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേക മെഷീൻസൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറെ ദിവസം ഓഡിയോ വിഷ്വലായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ മലം എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് പറയുന്നത് 10 days എന്നാണ്. ഈ 10 days അത് പോകുമ്പോഴത്തേക്ക് ഈ മലം എങ്ങനെ പോകുന്ന ആ മെഷീനിൽ കൂടെ നമുക്ക് കാണാം. അത് റിബൺ പോലെ പോകും, അതുപോലെ ട്യൂമർ പോലെ പോകും. ഇതെങ്ങനെ നമുക്ക് തന്നെ അതിശയം തോന്നും. അപ്പോൾ ഓരോ ദിവസവും
2, 3, 4, 5, 10 പൗണ്ട് വീതമാണ് ഇങ്ങനെ ഈ മലം പോകുന്നത്. അവസാനം ഇത്രയും വലിയ കുടവേറ് ചൊട്ടി ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതെല്ലാം ഇതിൽ കൂടെ എക്സ്പെൽ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കോൾഡ് ടു ക്യാൻസർ വരെ ഉണ്ടാവും. അതുമാത്രമല്ല നമ്മൾ ഈ കോളന്, ഈ വൻകുടലിന് ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള പോയിൻറ്റ്സുകളുണ്ട്. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും അവയവങ്ങളുടെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, നമ്മളിങ്ങനെ ഇപ്പോൾ അതിനെ പൊക്കി നിർത്തി കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ അടുത്ത് വരുന്നതിന് അവിടെ ഫീസിസ് അല്ലെങ്കിൽ മലബന്ധം അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ തലയിലായിരിക്കും അത് വരുന്നത്. നമ്മുടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് വയറിനെയും കുടലിനെയും ബാധിക്കും. അങ്ങനെ അത് മറ്റൊരു സയൻസ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കാണിച്ചെങ്കിലേ അത് നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു 10 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനുകൊണ്ട് മാത്രമല്ല, കോൾഡ് ടു ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് കോൾഡ് മാറും, അലർജി മാറും, ആസ്മ മാറും, ഹാർട്ട് ബ്ലോക്ക് മാറും, പിന്നെ ഈവൻ ഈ ഏതെല്ലാം രീതിയിലുള്ള ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ട് അതെല്ലാം മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാക്സിമം നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും. അപ്പോൾ പിന്നൊരു ക്വസ്റ്റ്യൻ ഡോക്ടേഴ്സിന് അറിയാൻ സാധിക്കും, ഈ കോളൻ ഹൈഡ്രോ നമ്മുടെ വൻകുടലിൽ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയയും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു എല്ലാ ദിവസവും ഇങ്ങനെ സോക്കേട് മാറാത്ത ആ ബാക്ടീരിയ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയ ഈ കോളൻ ഹൈഡ്രോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കൂടെ നമ്മളത് കൊടുക്കണം. അതിന് ഈ അസിഡോഫിലിസ്, ബിഫിലിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഈ നല്ല ബാക്ടീരിയ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ മെഷീനിൽ കൂടെ കോളിനെ കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ നമ്മുടെ ഒരു എയർ കണ്ടീഷൻ പോലാക്കി ക്ലീൻ ചെയ്ത് ബാക്ടീരിയയും കൂടെ നിറയ്ക്കുകയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കോൾഡ്, ഇപ്പോൾ ഉദാഹരണം ഗുഡ് ബാക്ടീരിയ ഉള്ളത് നമ്മുടെ കഞ്ഞിവെള്ളം പൊളിച്ചു കഴിഞ്ഞാൽ ഗുഡ് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ തൈര് നല്ല ഗുഡ് ബാക്ടീരിയ ആണ്. പിന്നെ നമുക്ക് മെഡിക്കൽ കമ്പനികൾ പിന്നെ പ്രോബയോട്ടിക്സ് പറഞ്ഞുള്ള ടാബ്ലറ്റ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെപ്പോഴും നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു 5 തൊട്ട് 10 ഡിഗ്രി വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിനാണ് എഫക്റ്റീവായിട്ടുള്ളത്. അപ്പം അത് മറ്റൊരു രീതി. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഹാർട്ട് ബ്ലോക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കാം. ഇതുപോലെ എല്ലാ സംഗതികൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെല്ലാം ആഹാരം കഴിക്കണം, ആഹാരം കൊണ്ടും ഈ ക്ലീനിങ് കൊണ്ടും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല എല്ലാ രോഗത്തിനും ഒരു സർവ്വരോഗ സംഹാരി എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്, ഈ പല ടൈപ്പിലുള്ള ക്യാൻസർ വരെയും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലൂക്കീമിയ അത് അറിയാനേ പറ്റത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ലൂക്കീമിയ 100% മാറിക്കിട്ടിട്ടുള്ള എനിക്കറിയാം. ഈ കോളൻ ഹൈഡ്രോതെറാപ്പി കൊണ്ട്. അതുതന്നെയല്ല, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ക്ലിനിക്കിൽ ആദ്യം ഈ ഒരു യൂണിറ്റ് സ്ഥാപിച്ചു. പക്ഷേ ഇവിടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. അത് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ മിനിമം ഒരു 5,000 to 10,000 റുപ്പീസ് ആവും. അങ്ങനെ ഒരു 10 ദിവസം കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും രൂപ. അത് മാത്രമല്ല, പിന്നെ ഇതിന് നമ്മളൊരു ടെക്നീഷ്യനെ ആവശ്യമുണ്ട്, പിന്നെ ഇതിന് എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്, പിന്നെ എല്ലാം ഡിസ്പോസിബിളാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതൊന്നും അവൈലബിൾ അല്ല. നമ്മൾ വെളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചാർജ് കൂടും. അപ്പോൾ ഇതേപ്പറ്റി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം തന്നെ ഒഴിവാക്കുക. ബൈപ്പാസ് സർജറിക്ക് പിന്നെ അതായത് WHO തന്നെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ സർജറി വേണ്ടെന്നുള്ളതല്ല, 90% ബൈപ്പാസ് സർജറിയും ആവശ്യമില്ലാത്തത്. പിന്നെ അടുത്തത് ആൻജിയോപ്ലാസ്റ്റിയാണ്. ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻറ്റിന് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ 2-3 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആൻജിയോഗ്രാം എടുക്കാൻ പാടില്ല. കാരണം ആൻജിയോഗ്രാം മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. ഇത് ഡൈ ആണ് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻ്റെ കയ്യിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ബ്ലഡ് കൊടുക്കുക, നമ്മളെ സമ്മതപത്രം വാങ്ങിച്ച് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കും അറ്റാക്ക് വരുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എന്നത്. ചിലപ്പോൾ അങ്ങനെയും വരാൻ സാധ്യതയില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അത് ആ പ്രിക്കഷന് വേണ്ടിയിട്ടാണ് കോൺസെൻറ്റ് വാങ്ങിച്ചത്. ഇപ്പോൾ എമർജൻസി സർജറി ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ ഇതൊരു ഡൈ കടത്തിവിടുന്നത് കൊണ്ട് ഈ ബ്ലോക്കിന് വല്ല ബ്ലോക്ക് വല്ലതും കയറി വീണ്ടും അടഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ
ഇമ്മീഡിയറ്റ് സർജറി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഈ കോംപ്ലിക്കേഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് തന്നെ 3 to 5 lakhs rupees അത് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് കൊടുക്കാവുന്നത് ലേസർ ട്രീറ്റ്മെൻറ്റാണെന്ന് പറയും. അപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യേണ്ട അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ എൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ. അപ്പോൾ ഇത് അതിൻ്റെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരു ബാഡ് ഇഫക്ട്സ് ഇല്ല. ഈ 90% മോർ ദാൻ 90% പിന്നെ നമുക്ക് പേഷ്യൻസിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഹാർട്ട് സ്കാൻ ചെയ്യണം. അത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആൻജിയോഗ്രാം നല്ലതല്ല. അപ്പോൾ ഹാർട്ട് സ്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹാർട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതേസമയം ഈ പിന്നെ ECG നോക്കുന്ന ആ രീതി മാത്രം മതി. അപ്പോൾ പേഷ്യൻറ്റിന് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടാകുന്നില്ല. അപ്പോൾ പറഞ്ഞെങ്കിൽ തന്നെയും എൻ്റെ പ്രമാദമായ പേഷ്യൻസ് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് KR നാരായണൻ സാറ്, അദ്ദേഹത്തിന് ആദ്യം ഒരു ബ്ലോക്ക് വന്നു, ഒരു ബൈപ്പാസ് സർജറി, രണ്ടാമത് ബ്ലോക്ക് വന്നപ്പോഴത്തേക്ക് ബൈപ്പാസ് ചെയ്യില്ല. ഞാൻ ഈ പിന്നെ ലേസർ മെഷീൻ രാഷ്ട്രപതിന് കൊണ്ടുപോയി പിന്നെ താമസിച്ച് അദ്ദേഹത്തിന് കൊടുത്ത് സുഖപ്പെടുത്തി ഇട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭ വർമ്മ ചേത്ര മെഡിക്കൽ സെൻ്ററിലെ പേഷ്യൻ്റായിരുന്നു. അത് ഇതുപോലെ ഒരു കോംപ്ലിക്കേഷൻ വന്നപ്പോഴത്തേക്ക് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, സർജറി ചെയ്താൽ പേഷ്യൻ്റ് മരിക്കും. അതുകൊണ്ട് ഇതേ പ്രോസസ്സ് തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോർട്ടറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.